ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു മുളകിട്ട മീൻ കറിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ മുളക് കറി ഉണ്ടാക്കാൻ അറിയാത്ത ഒരുപാട് പേര് കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പി ഇത്. അപ്പോൾ ഒരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. വേറെ ഓയിൽ ഒഴിച്ചിട്ടൊന്നും കാലിന് ടേസ്റ്റ് കാണില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവയും കൂടെ പൊട്ടിക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പച്ചച്ചുവ മാറുമ്പോഴത്തേക്കും കുറച്ച് തക്കാളി നമ്മൾക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. തക്കാളി ഒരു 2 എണ്ണം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിനകത്ത് ഒരുപാട് മസാലകൾ വാരിയിട്ടാൽ ആ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. നിങ്ങളുടെയൊക്കെ എരിവ് അനുസരിച്ച് മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റി കൂടുതൽ തന്നെ ഇടുക. ഗ്രേവി ഒരുപാട് വേണവർക്ക് മല്ലിപ്പൊടി ഒരുപാട് ചേർക്കാം. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മാത്രം മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ വാളൻ പുളി വെള്ളത്തിലിട്ടത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ആവശ്യാനുസരണം നിങ്ങൾക്ക് ഗ്രേവി എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് മീനും ക്വാണ്ടിറ്റി നോക്കിയതിന് ശേഷം നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തിളച്ച കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി മുളകിട്ട മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കല്ലേ.